ഹലോ, ഇന്നാണെങ്കിൽ ഒരു നൈറ്റ് ഓഫ് ഡേ ആണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിയിട്ടുള്ള ആ ഉറക്കമൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എനിക്കൊരു 3-4 പ്രാവശ്യം എണീക്ക് HR പോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ടൈമും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. പക്ഷേ ചില കാര്യങ്ങളെങ്കിലും നമ്മളെ ഡൗൺ ആക്കാറുണ്ട്. അത് ചിലപ്പോൾ ചില പ്രിയപ്പെട്ട ആരെങ്കിലും ആകാം, അവരുടെ ഒരു സാന്നിധ്യമോ ആവാം, അവരുടെ ഒരു വാക്കാവാം, ഒരു നോട്ടമാവാം, എന്തെങ്കിലും ഒരു കാര്യമാവാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു പേന, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു പേനയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോലും എനിക്കത് ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും. എൻ്റെ ഡ്യൂട്ടിയിൽ അത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും. എൻ്റെ സ്ലീപ്പർ എൻ്റെ അത് ഡിസ്റ്റർബ്ഡ് ആക്കാറുണ്ട്. അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈസിയസ്റ്റ് വേ അത് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെഡ് നോക്കിയാൽ മതി. എൻ്റെ ബെഡ് ഭയങ്കരമായിട്ട് നീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും ഓക്കെ അല്ല എന്നുണ്ട്. അത് ഞാൻ ഭയങ്കര റീസെൻ്റ്ലി മനസ്സിലാക്കിയൊരു കാര്യമാണ്. അത് ശരിയാണ്. എൻ്റെ ബെഡ് ക്ലീൻ അല്ലെങ്കിൽ ഞാൻ ഒട്ടും ഓക്കെ അല്ല, ബെഡ് ക്ലീൻ ആണെങ്കിൽ ഞാൻ വെരി ഓക്കെ എന്നുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ ഹാപ്പിയാക്കാൻ നോക്കുക. അല്ലാതെ വേറെ ആരും വരില്ല നമ്മളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ആരും വരത്തില്ല. നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഹാപ്പി ഡേ. ബൈ ഗൈസ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.